ഗവർണർക്കൊപ്പം ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടതിൽ പ്രതിപക്ഷം ഉയർത്തിയ വിമർശനത്തിന് പിന്നാലെ നിയമസഭയിൽ മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഗവർണർ ഇട്ട പാലത്തിൽ കൂടി അങ്ങോട്ട് പോയതല്ലെന്നും രാഷ്ട്രീയമുള്ള രണ്ടുപേർ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തോ വല്ലാത്ത സംഭവമാണെന്നാണ് ചെന്നിത്തലയും പ്രതിപക്ഷവും പറയുന്നത്. മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും തമ്മിൽ നടന്ന അനൌദ്യോഗിക കാര്യങ്ങൾ എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, അതും ഗവർണറുടെ സാന്നിധ്യത്തിൽ എന്നതായിരുന്നു ചെന്നിത്തല ഉന്നയിച്ച ആവശ്യം. എംപിമാർക്ക് വിരുന്നു നൽകാനാണ് ഗവർണർ പോയത്. താൻ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഒരുമിച്ചായിരുന്നു യാത്ര. വിരുന്നിന് വരാൻ ഗവർണർ വീണ്ടും ക്ഷണിച്ചിരുന്നു. എംപിമാരുടെ പരിപാടിയിൽ പങ്കെടുത്തു. അവിടെ വെച്ചാണ് പ്രഭാത ഭക്ഷണത്തിന് വന്ന ധനമന്ത്രി നിർമ്മല സീതാരാമനെ കാണുന്നത്. അല്ലാതെ ഗവർണർ ഇട്ട പാലത്തിൽ കൂടി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്കും ഗവർണർക്കും ധനമന്ത്രിക്കും സ്വന്തമായ രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയമുള്ള വ്യക്തിത്വങ്ങൾ കണ്ടാൽ രാഷ്ട്രീയം ഉരുകിപ്പോകില്ല എന്നും പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ പൊതുവായ ചില കാര്യങ്ങൾ പറഞ്ഞതല്ലാതെ നിവേദനം കൊടുക്കാനൊന്നുമല്ല പോയത്. തീർത്തും സൗഹാർദ്ദപരമായിരുന്നു ചർച്ച. അതും വെറുമൊരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു, മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കൂടിക്കാഴ്ചയിലെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പരിഹസിച്ച് NK പ്രേമചന്ദ്രൻ രംഗത്തെത്തി. പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചതിൽ തന്നെ അപമാനിച്ചവരാണ് CPM നേതാക്കളെന്നും അന്ന് പല രീതിയിൽ തന്നെ തേജോവധം ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അഴിമതിയിൽ SFIO അന്വേഷണം നടത്തുമ്പോൾ ധനമന്ത്രിയെ ക്ഷണിച്ച് മുഖ്യമന്ത്രി അവരുമായി കൂടിക്കാഴ്ച നടത്തിയത് ദുരൂഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചാ വിഷയം വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. കൂടിക്കാഴ്ച അനൗപചാരികമാണെന്ന് സർക്കാർ പറയുമ്പോൾ വ്യക്തിപരമെന്ന് തന്നെയാണ് അർത്ഥമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. കൂടിക്കാഴ്ചയിൽ ദുരൂഹതയുണ്ടെന്ന് BJP നേതാവും മുൻ DGPയുമായ ജേക്കബ് തോമസും ഉന്നയിച്ചിരുന്നു. ഈ സാമ്പത്തിക വർഷം കേരളത്തിന് 12,000 കോടി രൂപയുടെ അധിക വായ്പയെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയതിന് പിന്നാലെ 6,000 കോടി രൂപ കൂടി കടമെടുക്കാൻ കേരളം തീരുമാനിച്ചിട്ടുണ്ട്. ഊർജ്ജ മേഖലയിലെ പരിഷ്കരണങ്ങൾക്ക് 6,000 കോടി രൂപയുടെ കടമെടുക്കാൻ അനുവദിക്കണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ സജീവ പരിഗണനയിലാണ്. അടുത്ത ചൊവ്വാഴ്ചയോടുകൂടി കടമെടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഡൽഹിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കേരളത്തിന് അധിക തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയത്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ധനകാര്യ മന്ത്രാലയത്തിന്റെ ഈ നിലപാട് സാമ്പത്തിക വർഷത്തിന്റെ അവസാനം കേരളത്തിന് ആശ്വാസം നൽകുന്നതാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധത്തിന്റെ പൂർണ്ണമായ വിള്ളലിലേക്കുള്ള നിരാശാജനകമായ തകർച്ചയിൽ നിന്ന് ഒരു തിരിച്ചുവരവായി വ്യാപകമായി കേന്ദ്രമന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച കാണപ്പെട്ടു. പ്രോട്ടോകോൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രിയോടൊപ്പം ഇരിക്കാനും കേരളത്തിന്റെ വാദം ഒരുമിച്ച് കേന്ദ്ര ധനമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കാനുമുള്ള ഗവർണറുടെ തീരുമാനമാണ് ഏറ്റവും പ്രശംസിക്കപ്പെട്ട സവിശേഷത. ഡൽഹി ഔദ്യോഗിക വസതിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ കാണാനുള്ള സീതാരാമന്റെ തീരുമാനവും അതുപോലെ തന്നെ ആശ്വാസകരമായിരുന്നു. ഇതുവരെ ഒരു കേന്ദ്ര ധനമന്ത്രിയും കേരള മുഖ്യമന്ത്രിയോട് കാണിച്ചിട്ടില്ലാത്ത ഒരു തരം സൗഹൃദമായിരുന്നു കൂടിക്കാഴ്ചയിൽ നിർമ്മല സീതാരാമനുമായി നടന്നത്.